വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്നത് ഓൾ ന്യൂ ആക്റ്റീവ 125 BS6 OBD 2B വേരിയൻ്റ് ആണ്. അതായത് 2025 എഡിഷൻ ഏറ്റവും പുതിയ ആക്റ്റീവ 125 ആണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാലത്തിനൊത്ത അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഹോണ്ട കൊടുത്തു തുടങ്ങി കേട്ടോ. ഇന്ത്യസ് നമ്പർ 1 സെല്ലിംഗ് സ്കൂട്ടർ അല്ലെങ്കിൽ ടോപ്പ് സെല്ലിംഗ് സ്കൂട്ടർ എന്നുള്ള സ്ഥാനം അന്നും ഇന്നും ആക്റ്റീവയ്ക്ക് തന്നെയാണ്. അതിനെ പൊട്ടിക്കാൻ വേണ്ടി പലരും പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഫീച്ചറുകൾ കൊണ്ട് അമ്മാനമാടുക, പലതും കൊടുക്കുക. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ആക്റ്റീവയുടെ സെയിലിനെ തോപ്പിക്കാൻ ഒരു ബ്രാൻഡിന് സാധിക്കുന്നില്ല. ആക്റ്റീവ ശരിക്കും പറഞ്ഞാൽ ഫീച്ചറൊക്കെ കൊടുക്കുന്നതിൽ ഭയങ്കര പിശുക്കാണ്. ഹോണ്ട കാലത്തിനൊത്തുള്ള അപ്ഡേറ്റ് ഒന്നും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. ഹോണ്ട ആക്റ്റീവ ഫാൻസിൻ്റെ ഏറ്റവും വലിയ പരാതി അതാണ്. ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നില്ല. അപ്ഡേറ്റ് എവിടെ, സാധനങ്ങൾ എവിടെ, ഫീച്ചേഴ്സ് എവിടെ? പക്ഷേ ഞങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ മാത്രമാണ് മെയിൻ. ഞങ്ങളിതേ കൊടുക്കുള്ളൂ, വേണേൽ വാങ്ങിയാൽ മതി എന്നുള്ള സെറ്റപ്പിലായിരുന്നു ഇത്ര നാളും ഹോണ്ട ആക്റ്റീവ. പക്ഷേ എന്നാലും ഈ വണ്ടി വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഡ്യൂറബിലിറ്റി, ആ ഒരു ക്വാളിറ്റി, റീസെയിൽ വാല്യൂ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. കാരണം ഹോണ്ട ആക്റ്റീവയാണല്ലോ നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു സ്കൂട്ടർ യുഗത്തിലോട്ട് കാലെടുത്ത് വെക്കാൻ പഠിപ്പിച്ച സാധനം. കൈനറ്റിക് ഹോണ്ടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശരിക്കും ആക്റ്റീവ തരംഗത്തിന് ശേഷമാണല്ലോ പല ബ്രാൻഡുകൾ അവരവരുടെ സ്കൂട്ടറുകളൊക്കെ ഇറക്കി തുടങ്ങിയത്. അതുകൊണ്ട് നമുക്കെന്നും ആക്റ്റീവയോടൊരു സ്നേഹമുണ്ട്. സ്കൂട്ടർ എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ആക്റ്റീവ വാങ്ങിയാൽ മതി. ഇപ്പോൾ ആരോട് വീട്ടിൽ ചോദിച്ചാലും പറഞ്ഞു ആക്റ്റീവ മതി, വേറെ വണ്ടിയൊന്നും വേണ്ട, ഇതാണ് തിരിച്ച് വിറ്റാലും വില കിട്ടത്തുള്ളൂ, ഒരു ക്വാളിറ്റി ഉള്ളൂ, കുറേ കാലം ലൈഫിലോ നിൽക്കത്തുള്ളൂ എന്നൊക്കെയാണ്. അത് ശരിക്കും സത്യമാണ് കേട്ടോ. പിന്നെ പലരും പറയാറുണ്ട്, ചില ആൾക്കാർ പറയും പഴയ പോലെ അല്ല, പുതിയത് വന്നപ്പോൾ അങ്ങനെയല്ല, പഴയ ക്വാളിറ്റി ഇല്ല, BS3 പോലെയല്ല BS4 പോലെയല്ല BS6. അത് ഈ വണ്ടിയുടെ കേസിൽ നിന്നല്ല, അത് എല്ലാ വണ്ടിയുടെ കേസിലും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്നോട് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, പണ്ടുള്ളതും പാളത്തൂറിയതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇപ്പോൾ എന്താണോ ഉള്ളത് ഇതിനെപ്പറ്റി പറയാം. അതായത് ഇപ്പം കറണ്ട് സിനാരിയോയിൽ എന്താണ് നടക്കുന്നത് അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ അടുത്ത് BS6 വണ്ടികളാണ്. ഇപ്പം BS6 വണ്ടി ഇനി ഇറങ്ങത്തുള്ളൂ. അപ്പം BS6 വണ്ടികളെ പറ്റി പറയാം. ഇനിയിപ്പോൾ പണ്ടത്തെ BS3 BS4 എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ഉള്ള സാധനമല്ലേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടവരാണെങ്കിൽ പഴയ സെക്കൻഡ് ഹാൻഡ് ആക്റ്റീവൊക്കെ പോയി വാങ്ങാം. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് BS6 വന്നപ്പം ക്വാളിറ്റി ഡ്രോപ്പോ അല്ലെങ്കിൽ എന്താ പറയുക പണ്ടത്തെ ആ ഒരു അതില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇതിനും ആ ക്വാളിറ്റിയും ഫിറ്റും ഫിനിഷും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ പുതിയ 2025 വേരിയൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചുറ്റും നടന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കുറച്ച് പ്രകടമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ സസ്പെൻഷൻ ഇത് ബ്ലാക്ക് കളറിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന വേരിയൻസിലൊക്കെ ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന 2024 എഡിഷനിലൊക്കെ സിൽവർ കളറായിരുന്നെങ്കിൽ ഇത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പെയിൻറ്റ് സ്കീമിൽ വന്ന മാറ്റമാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ ഗ്രാബറയിൽ അത് ബ്ലാക്ക് അല്ല, ഒരു ബ്ലാക്ക് ഗ്രേ ഒക്കെ പോലത്തെ ഒരു കളറിലോട്ട്, അതായത് അലവീലിൻ്റെ സെയിം കളറാണ്. അത് നമുക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രകടമായ മാറ്റമാണ്. ആ ഒരു സിൽവർ ടച്ച് ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് പെയിൻറ്റിൻ്റെ. പിന്നെ ഈ സൈഡിൽ ആക്റ്റീവ 125 എന്നുള്ള ആ ഒരു ക്രോം ബാഡ്ജിങ് അത് കുറച്ചുകൂടെ ബോൾഡ് ആക്കിയിട്ടുണ്ട്. ആക്റ്റീവ എന്നുള്ള എഴുത്ത് 125 എന്നുള്ള എഴുത്ത് അതൊരു ബ്ലാക്ക് മാറ്റ് കളറിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നുള്ള ഒരു ആക്റ്റീവ എന്നുള്ള എഴുത്തിനൊരു എടുപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി കുറച്ചുകൂടെ ഒതുക്കിയിട്ടുണ്ട്. വണ്ടി ഇച്ചിരി വണ്ണം കുറച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട്. സൈലൻസർ പാർട്ടൊക്കെ ഏകദേശം കാണുന്ന പോലെ സെയിം തന്നെയാണ്. പിന്നെ ഇന്നർ പാർട്ടിൻ്റെ കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് സീറ്റ് അതുപോലെ ഇന്നർ പാനൽസിനെല്ലാം ബ്രൗൺ കളർ, കോഫി ബ്രൗൺ കളറിലോട്ട് കൊണ്ട്. നേരത്തെ ബ്ലാക്ക് ആയിരുന്നു. നമുക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രകടമായ മാറ്റമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ്. ഇതെല്ലാം ബ്രൗൺ ആണ്, കോഫി ബ്രൗൺ കളറിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ വേരിയൻറ്റിനും ഈ കളർ തന്നെയാണ് കേട്ടോ പറഞ്ഞത്, ബ്ലാക്ക് അല്ല. അപ്പോൾ നേരത്തെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കോഫി ബ്രൗൺ. പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രകടമായിട്ടുള്ള മാറ്റം ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിനെ മാറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് നേരത്തെ കുറച്ചുകൂടി ഇങ്ങനെ പതുങ്ങി ഇച്ചിരൂടെ ഇങ്ങനെ ഒരു വീതി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കിയ പോലെ നമ്മുടെ ആക്സസ് പോലെ അല്ലെങ്കിൽ പഴയ ആക്റ്റീവ ഉണ്ടല്ലോ, നമ്മുടെ LED ഹെഡ്ലൈറ്റൊക്കെ വരുന്നതിന് മുമ്പുള്ള 125ൻ്റെ ഹെഡ്ലൈറ്റ് ഏകദേശം ഈ ഒരു ഷേപ്പായിരുന്നു. കുറച്ചുകൂടി ഇങ്ങനെ പരന്നിട്ടായിരുന്നു. ആ സെറ്റപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പൊക്കത്തും ഒരു ക്രോം ഫിനിഷിങ്ങും പിന്നെ ഇവിടെയായിട്ട് ഒരു ക്രോം ഫിനിഷിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ബോൾഡർ ലുക്ക് ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ കുറച്ച് ഒതുങ്ങി കൂർത്ത പോലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ വലുതാക്കിയല്ലോ. ഇപ്പോൾ ഒരു ഡുവൽ ചേമ്പർ ഹെഡ്ലൈറ്റ് ഒന്നുമല്ല, സിംഗിൾ ചേമ്പറായിട്ടുള്ള LED ഹെഡ്ലൈറ്റാണ്. ഡിമ്മും ബ്രൈറ്റിൽ അതിൻ്റെ അകത്ത് തന്നെയാണ്. കുറച്ചുകൂടെ വെട്ടത്തിനും കാര്യത്തിനൊക്കെ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി ആയിരിക്കാം കുറച്ചുകൂടെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ പരത്തിയത് അകത്തോട്ട്. പിന്നെ നേരത്തെ ഇവിടെ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ, ബ്ലാക്ക് ഒരു വൈസർ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് അല്ല, ഇതിപ്പോൾ ബോഡി കളറാണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ക്രോമിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ ഹാലജൻ ഇൻഡിക്കേറ്റർ സെറ്റപ്പ്, പിന്നെ നടുക്ക് ഒരു ക്രോം സെറ്റപ്പ്, നമ്മുടെ LED DRL കാര്യങ്ങളൊക്കെ അതൊക്കെ ഓൾമോസ്റ്റ് നേരത്തെ പോലെ തന്നെ. വണ്ടി കുറച്ചുകൂടെ ഒതുക്കം വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ ഫൈബറാണ്, ഇത് മെറ്റലാണ്. ഈ വരുന്നത് മെറ്റലാണ് നമ്മുടെ മഡ് ഫ്ലാപ്പ്. പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട്, ചെന്ന് ഇടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും പറ്റാതിരിക്കാനായിരിക്കും. പിന്നെ ഇതിന് നമുക്ക് മറ്റേ എക്സ്ട്രാ അക്സസറി ആയിട്ട് മറ്റേ കമ്പും കോടാലിയൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ആക്റ്റീവയ്ക്കെല്ലാം എല്ലാവരും വാങ്ങിച്ച് വെക്കാൻ സാധനം ഉണ്ടല്ലോ, മറിഞ്ഞ് വീഴുമ്പോൾ പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സൈഡ് വേലിയും ബാക്ക് സൈഡ് വേലിയും അതൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് എക്സ്ട്രാ അക്സസറിയാണ്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അത് നല്ലതാണ്, മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ വണ്ടിക്കൊന്നും പറ്റത്തില്ല.
അങ്ങനെ മറിച്ചിടാതെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് വാങ്ങി വെക്കാതെ ഇങ്ങനെ കൊണ്ടുവന്നാണ് ഇതിൻ്റെ ഒരു അഴക്. എനിക്കത് പേഴ്സണലി അത് ഇഷ്ടമില്ലെന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് എനിക്ക് വേറെ അതിനോട് വെറുപ്പൊന്നുമില്ല. കാരണം എനിക്ക് ലുക്ക് കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ട് കണ്ടോ, ഇത് കാണാൻ ഭയങ്കര ലുക്കാണ്, ഒന്നും ഇല്ലാതിരിക്കുന്നു, ഭയങ്കര ഒരു സെക്സി ഫീലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ടയറിലോട്ട് പോകുകയാണെങ്കിലും 90-12 ട്യൂബ്ലെസ് MRF സാപ്പർ ടയറാണ്, അളവ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. 190 mm ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ABS അല്ല CBS. പിന്നെ 2 റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പുറത്തെ സൈഡിലോട്ടും അതുപോലെയൊക്കെ തന്നെ നോർമലായിട്ട് ബാക്കിലെ ടയർ എന്ന് പറഞ്ഞാൽ 90-10 ആണ് കേട്ടോ. 10 ഇഞ്ചിൻ്റെ ടയറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. MRF സാപ്പറിൻ്റെ ട്യൂബ്ലെസ് ടയർ തന്നെയാണ്. 130 mm ഡ്രം ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പോർഷൻ വരുന്നത്. ഇതിൻ്റെ അതൊരു ആക്റ്റീവ 125 എന്ന് ഒരു ക്രോം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സെറ്റപ്പൊക്കെ ഏകദേശം പഴയ പോലെ തന്നെ, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നോർമൽ ഹാലജൻ ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. LED അല്ല, ഹാലജനാണ്. ഹാലജൻ ഇൻഡിക്കേറ്റർ, ഹാലജൻ ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ ഫ്യൂൽ ലിഡ് വെളിയിലാണ് കേട്ടോ. E20 കേപ്പോളിന് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഇവിടെയാണ് വരുന്നത്. താഴെ ഒരു റിഫ്ലക്ടറും കാര്യങ്ങളും കാണാം. ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ചുറ്റി നടന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഗ്രാബ്രയിൽ, മനോഹരമായ ഗ്രാബ്രയിൽ പിടിച്ചിരിക്കാം. അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള വലിയൊരു സീറ്റ്. പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ ഗ്ലോ ബോക്സ് ആണ്. നേരത്തെ ക്ലോസ്ഡ് ഗ്ലോ ബോക്സ് ആയിരുന്നു, ഇവിടെ ഓപ്പൺ ഗ്ലോ ബോക്സ് ആണ്. പിന്നെ നമ്മൾ മീറ്റർ കൺസോളിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് പ്രകടമാണ്. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു TFT ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. എല്ലാ വേരിയൻറ്റിലും ഇതാണ്. ഇത് ഡിസ്ക് വേരിയൻ്റ് ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേരിയൻ്റ് ആണ്. ഇതിന് H സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്. അത് മറ്റേ ഓട്ടോമാറ്റിക് റിമോട്ട് കൺട്രോൾ കീ ഒക്കെ ഉള്ളത്, കാറിൻ്റെ പോലെ കീ ഫോബ് ആണ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ജസ്റ്റ് ഒരു വോക്കർ റൗണ്ട് പോലെ പറയുന്നതേ ഉള്ളൂ. ഈ ജോയ്സ്റ്റിക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, കിടിലാണ് ഒരു ഫിറ്റും ഫിനിഷും പുതിയൊരു സെറ്റപ്പ്, ഒരു സ്വിച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ ചുറ്റും നടന്ന് നോക്കുമ്പോഴൊക്കെ പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്നും നമുക്കിതിലേക്ക് ചൂഴ്ന്നിറങ്ങി അല്ലെങ്കിൽ ആഴ്ന്നിറങ്ങി നോക്കാം. ഹോണ്ടയുടെ ഒരു ബ്രൗഷർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 16 പേജോളം ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കി ഒന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. സാധാരണ ഞാൻ ചെയ്യുന്ന റിവ്യൂ പോലെ ഞാൻ തന്നെ എല്ലാ കഥയും പറയല്ല. നമുക്ക് ആ ഒരു ബ്രൗഷറും കൂടെ വെച്ച് നോക്കിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കി ഫുള്ള് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്റ്റീവ നിങ്ങൾ എല്ലാവരും ഒരുപാട് നോക്കി കാണുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ വണ്ടിയുടെ അളവും തൂക്കവും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ കമൻറ്റൊക്കെ വന്നായിരുന്നു. അപ്പോൾ എല്ലാം ചിലപ്പോൾ ഓർത്തിരിക്കാൻ പറ്റും. സാധാരണ നമ്മളെല്ലാം കാണാപ്പാടം പഠിച്ച് പറയുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഞാൻ നോക്കിയപ്പോൾ എനിക്കിത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. ഇതിൻ്റെ അതൊരു 16 പേജുള്ള ബ്രൗഷറുണ്ട്. ഓരോ പേജിലും അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്കും ഇത് പറയാനും ഒരു രസമുണ്ട്, കേൾക്കും നിങ്ങൾക്കും ഒരു രസം തോന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആക്റ്റീവ സ്കൂട്ടർ ബോലത്തോ ആക്റ്റീവ എന്ന് എന്തോ എഴുതിയിട്ടുണ്ട്. ഹോണ്ട റോഡ് സിങ്ക് ആപ്പ്, സ്മാർട്ട് TFT വരുന്നുണ്ട്, സ്മാർട്ട് കീ ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഈ റോഡ് സിങ്ക് ആപ്പ്, അതായത് ആ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് 1ാമത്തെ പേജിൽ ഹോണ്ട പറയുന്നത് ആക്റ്റീവ 125 ഈ പുതിയ വേരിയന്റിനെ പറ്റി. 2ാമത്തെ പേജിലോട്ട് പറയുന്നത് മീറ്റ് സ്മാർട്ട് ആക്റ്റീവ 125 വിത്ത് ഷാർപ്പ് TFT മീറ്റർ. അത് നമ്മൾ കണ്ടു, പുതിയൊരു TFT മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോളും കാര്യങ്ങളൊക്കെ നമുക്കതിൽ വരും. അത് H സ്മാർട്ട് വേരിയൻറ്റിലാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുള്ളൂ. ഈ നോർമൽ വേരിയൻറ്റിൽ ആ ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളും വരുന്നില്ല. ഇനി അടുത്തത് സ്മാർട്ട് കീ ഫംഗ്ഷൻ 3ാമത്തെ പേജിൽ പറയുന്ന കാര്യമാണ്. സ്മാർട്ട് കീ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് സേഫ്, സ്മാർട്ട് അൺലോക്ക്, സ്മാർട്ട് സ്റ്റാർട്ട്, ഇത്തരം കാര്യങ്ങളാണ് സ്മാർട്ട് കീയിൽ വരുന്നത്. അപ്പോൾ ഇത് സ്മാർട്ട് കീ H വേരിയൻ്റ് അല്ല, ഡിസ്ക് വേരിയൻ്റ് ആണ്. അപ്പോൾ H വേരിയൻറ്റിൽ നമ്മുടെ കയ്യിലൊരു കാറിൻ്റെ റിമോട്ട് പോലെ ഒരു കീ കാണും. എന്നാൽ പോലും ഇവിടെ ഒരു നോബും കാണും കേട്ടോ. ഇവിടെ ഈ ഒരു കീയുടെ ഭാഗത്ത് ഇവിടെ ഒരു നോബ് കാണും. ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനായിട്ട് ഇവിടെ ഒരു നോബുണ്ട്. അത് ഓണാക്കിയാലേ വണ്ടി എൻജിൻ സ്വിച്ച് പോലെ, എന്നാലേ വണ്ടി ഓടിക്കത്തുള്ളൂ. താക്കോലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കീ നമുക്ക് കയ്യിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഞെക്കിയിട്ട് ലൈറ്റൊക്കെ രാത്രി ഇപ്പോൾ വണ്ടിയായിട്ട് തിരക്കിലേക്ക് ഇരിക്കുന്ന ഇൻഡിക്കേറ്ററൊക്കെ മുന്നിച്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതാണ് സ്മാർട്ട് ഫൈൻഡ്. പിന്നെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. നമ്മൾ ഈ വണ്ടിയുടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ആകത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ആവത്തില്ല. പിന്നെ സ്മാർട്ട് അൺലോക്ക്, ഞെക്കി അൺലോക്ക് ആക്കാൻ സെറ്റപ്പാണ് ഉദ്ദേശിച്ചത്, കാറൊക്കെ പോലെ. പിന്നെ സ്മാർട്ട് സ്റ്റാർട്ട് യുവർ ആക്റ്റീവ് 125 വിത്തൗട്ട് ടേക്കിംഗ് ദ കീ ഔട്ട് ഓഫ് യുവർ പോക്കറ്റ്. അതായത് നമ്മൾ താക്കോൽ പുറത്തെടുക്കാണ്ട് സ്റ്റാർട്ടാക്കാം, പോക്കറ്റിൽ ഇട്ടാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ 4ാമത്തെ പേജിൽ TFT സ്ക്രീൻ ഡിസ്പ്ലേ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മളിപ്പോൾ കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിലോട്ടൊന്ന് കയറി വന്നു കേട്ടോ, എന്നിട്ട് ഞങ്ങളെ കാണിച്ചു തരാം. 4.2 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് കേട്ടോ. ഇത് ഹോണ്ട പറഞ്ഞ ആരും തന്നെയാണ്, ഇതിലുണ്ടോ നോക്കട്ടെ സംഭവങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക് വരുന്നത്. ഇപ്പോൾ ഇത് 4 വേ ഉണ്ട്, മുകളിലോട്ട് താഴത്തോട്ട് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ടൊരു ആരോ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാമോ അറിയത്തില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കാണാവുന്ന ഒരു ഡിസ്പ്ലേ ആണ്. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തുടച്ചേക്കാം. അതുകൊണ്ട്
ഇത് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലൊരു നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഒരു ഗാർഡ് ഒട്ടിക്കുകയല്ലേ, നമ്മുടെ സ്ക്രീൻ ഗാർഡ്, അതുപോലെ ഒരെണ്ണം ഒട്ടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ, കാരണം ഇത് ഇത്ര ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സാധനം ഇതിൽ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്യൂവലിൻ്റെ കാണിക്കും. അത് വീണ്ടും റൈറ്റിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരും. റൈറ്റിലോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് പോകുന്നത്, ബാക്ക് അടിക്കുന്നത് ലെഫ്റ്റോട്ട്. അപ്പോൾ അതിൻ്റെ അത് താഴത്തോട്ട് നിൽക്കി കഴിഞ്ഞാൽ ഫ്യൂവൽ റേഞ്ച് കാണിക്കും, എന്തായാലും ഓടുന്നു. പൊക്കത്തോട്ട് നിൽക്കി കഴിഞ്ഞാൽ ഫ്യൂൽ കാണുന്നുണ്ട്, ഇവിടെ മാറുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒന്നുകൂടെ താഴത്തോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇത് ഓഡോമീറ്റർ ട്രിപ്പ് എ ട്രിപ്പ് ബി അത് റീസെറ്റ് ചെയ്യണമെങ്കിലും നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. റൈറ്റ് സൈഡിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ റീസെറ്റ് ആവും. ട്രിപ്പ് എയും ബിയും ഉണ്ട്. ബാക്ക് അടിച്ചിട്ട് താഴത്തോട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിലോട്ട് പോകും. സെറ്റിങ്സിലോട്ട് വരുമ്പോൾ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഫംഗ്ഷൻ്റെ അകത്ത് ട്രിപ്പ് എ, ഓട്ടോ റീസെറ്റ്, ഇക്കോ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിലോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ടൈപ്പ്, ഇത് ബാർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പം ബാർ സെലക്ട് ചെയ്തിട്ട് കാണിക്കാം. ബാറും സിമ്പിളും ഉണ്ട് കേട്ടോ. ബാർ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുണ്ടോ, ഇങ്ങനെ ഒരു RPM മീറ്റർ ഇവിടെ വിസിബിളായിട്ട് വരും. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഈ RPM മീറ്റർ കാണത്തില്ല, ചുമ്മാ സിമ്പിളായിട്ട്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് കേട്ടോ, സമയമൊക്കെ എടുക്കും. പിന്നെ ഡിസ്പ്ലേക്കകത്ത് ബ്രൈറ്റ്നസ് ഉണ്ട്, തീമുണ്ട്, ഫേവറേറ്റ് ഇൻഫർമേഷൻ കാര്യങ്ങൾ, അതുകൊണ്ടാണ് ടോട്ടൽ, ട്രിപ്പ് എ ബി നമുക്കവിടെ മാറ്റാം. ഇതിൻ്റെ നമ്മൾ എന്തൊക്കെ കാണണം എന്നുള്ളത് അവിടെ മാറ്റിയിടാം. ഓക്കെ, പിന്നെ ജനറലിൻ്റെ ഡേറ്റ്, ടൈം, യൂണിറ്റ്, റീസ്റ്റോർ, ഡീഫോൾട്ട്. യൂണിറ്റ് എന്താണ്, കിലോമീറ്റർ കാണിക്കുന്നത്, എന്തോ കിലോമീറ്റർ, അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ പയ്യെ പഠിച്ചിട്ടാണ്. സർവീസ് മെയിൻ്റനൻസ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് പീരിയഡ് ഓഫ് മെയിൻ്റനൻസ്, ഓയിൽ ചേഞ്ച്, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, 12.4 ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ സിസ്റ്റം ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ വേർഷൻ, ഹാർഡ്വെയർ വേർഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വേരിയൻറ്റിനുള്ളത്. എച്ച് സ്മാർട്ട് വരുവാണെങ്കിൽ കോള്, 10x10 നാവിഗേഷൻ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ ആഡാവും. അപ്പോൾ നോർമൽ വേരിയൻറ്റിൽ ഈ വണ്ടിയുടെ കാര്യങ്ങൾ ഇതിൽ കൺട്രോൾ ചെയ്യാമെന്നുള്ളൂ. ഫോൺ കണക്ട് ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല. സൈഡ് സ്റ്റാൻഡിന് വാണിംഗ് കാണിക്കുന്നുണ്ട്, ഇക്കോന്നും കാണിക്കുന്നു. ഇവിടെ 2 ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റും കാണിക്കുന്നു. പിന്നെ വാണിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതാണ് ഡിമ്മ്, ബ്രൈറ്റ്, പാസ്, ഇൻഡിക്കേറ്റർ, വണ്ടിയുടെ ഹോൺ ഇതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഐഡിയൽ ഓട്ടോ സ്റ്റോപ്പിൻ്റെ സ്വിച്ചും സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ചും ഇത് തന്നെയാണ്. വളരെ സൈലൻറ്റ് സ്റ്റാർട്ടാണ്. ഒരു AC ജനറേറ്റർ വഴിയാണ് വണ്ടി സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്ററിന് താഴെ എപ്പോൾ വേണമെങ്കിലും വണ്ടി ഓഫായി പോകും. നമ്മളിപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ബ്രേക്ക് പിടിച്ചാൽ പോലും വണ്ടി സ്ലോ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വണ്ടി ഓഫ് ആകും. പക്ഷേ സ്റ്റാർട്ടാകുന്നത് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്താൽ മതി, ലാഗൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആദ്യം ആ ഫീച്ചർ ഒരു വള്ളിയായിട്ട് തോന്നി. ഇത് ചുമ്മാ നിന്ന് പോകാനുള്ളൂ എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ജസ്റ്റ് കൈ കുറച്ചപ്പോൾ വണ്ടി നിന്ന് പോവാം. പക്ഷേ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടാകുന്ന പോലും അറിയത്തില്ല. വളരെ സൈലൻ്റായിട്ട് തന്നെ സ്റ്റാർട്ട് പോകുന്നുണ്ട്. പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് വള്ളിയെല്ലാം തോന്നി. ഫ്യൂൽ സേവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടെക്നോളജിയാണ്. പിന്നെ 65ഒക്കെയാണ് കമ്പനി പറയുന്ന മൈലേജ്. 60 വരെയൊക്കെ നമുക്ക് റിയൽ വേൾഡിൽ കിട്ടും. അപ്പോൾ ആ ഒരു ഫീച്ചർ ഫ്യൂവലിൻ്റെ വേണ്ടിയാണ് കേട്ടോ, ഫ്യൂൽ കൺസംഷൻ്റെ കാര്യമായിട്ടാണ്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല. ഫസ്റ്റ് ടൈം ഓടിച്ചപ്പോൾ എനിക്കിത് തോന്നിയെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ പഴയ വണ്ടിയുടെ പോലെ തന്നെ. പിന്നെ ഹാൻഡ് വെയിറ്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഓടിച്ച് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചോളും. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത എന്താണ് ഹോണ്ട പറയുന്നത് നമുക്ക് നോക്കാം. 5ാമത്തെ പേജിൽ പറയുന്നത് ഹോണ്ട റോഡ് സിങ്ക് ആപ്പിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എച്ച് സ്മാർട്ട് വേരിയൻറ്റിലാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ അകത്ത് മാനേജ് മെസ്സേജ്, റിയൽ ടൈം വെതർ, കോൾസ്, റീച്ച് എനിവെയർ, 10x10 നാവിഗേഷൻ, കൺട്രോൾ, മ്യൂസിക് സംഭവങ്ങളൊക്കെ. പിന്നെ 6ാമത്തെ പേജിൽ പറയുന്നത് കഴിഞ്ഞാൽ ഇത് കണക്ടിവിറ്റി എങ്ങനെയാണ് ഡൗൺലോഡ്, റോഡ് സിങ്ക് ആപ്പ്, പിന്നെ സെറ്റപ്പ്, കണക്ട് ചെയ്യുക. 7ാമത്തെ പേജിൽ പറയുന്നത് സ്മാർട്ട് ഡിസൈന്, സ്റ്റൈലിഷ് പ്രസൻസ് എന്നൊക്കെയാണ്. വണ്ടി കുറച്ചുകൂടെ സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ 8ാമത്തെ പേജിൽ പറയുന്നത് LED ഹെഡ്ലൈറ്റ് നമ്മൾ പറഞ്ഞു, മൾട്ടി ഫംഗ്ഷൻ സ്വിച്ച് യൂണിറ്റ്. ഇതിൽ കാണിച്ചിരിക്കുന്ന മറ്റേ കീ ഫോബ് ഉള്ളതിൻ്റെ ആണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കീ ഉണ്ട്. പിന്നെ ബ്രൗൺ സീറ്റ് ആൻഡ് ഇന്നർ പാനൽ കണ്ടോ, ഇവിടെ എല്ലാം ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട്. ഇന്നർ പാനലെല്ലാം ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട് സീറ്റൊക്കെ. പിന്നെ സ്ട്രൈക്കിംഗ് ടെയിൽ ലൈൻ എക്സ് ഷേപ്പ്ഡ്, നമ്മൾ ടെയിൽ ലൈറ്റ് കണ്ടു. പിന്നെ അഡ്വാൻസ് ഐഡിയലിംഗ് സ്റ്റോപ്പ് സിസ്റ്റം, സേ ഗുഡ് ബൈ ടു ഫ്യൂവൽ വേസ്റ്റേജിനോട് ഗുഡ് ബൈ പറയാം, കുണുകൂടാന്ന് ഓഫായി പോകാന്ന് പറഞ്ഞു. പിന്നെ ഒരു 15 വാട്ടിൻ്റെ USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഇവിടെ ആയിട്ടാണ് ഒരു C പോർട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രീമിയം ക്രോം സ്ട്രോക്ക് ഓൺ സൈഡ് പാനൽ, അതായത് നമ്മൾ സൈഡ് പാനലിൽ പുതിയ ഒരു എഴുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ, ഹോണ്ട ആക്ടിവ എന്നുള്ളതിൻ്റെ ഒരു എടുത്ത് നിൽക്കുന്നത്. പിന്നെ ഡബിൾ ലിഡ് എക്സ്റ്റേണൽ ഫ്യൂവൽ, അത് പുറത്തൊരു അടപ്പും അതിൻ്റെ ഉള്ളിൽ ലിഡും വരുന്ന എക്സ്റ്റേണൽ ഫ്യൂവൽ ലിഡ്. പിന്നെ ഓപ്പൺ ഗ്ലോ ബോക്സ്, ഇതേ നമ്മുടെ ഓപ്പൺ ഗ്ലോ ബോക്സ്, ഇവിടെ ഒരു വലിയ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് കേട്ടോ, ഒരു 3 kg വരെ. പിന്നെ ഇതിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ തുറക്കുന്ന ഇവിടെ തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്തത് പേജുകൾ കഴിഞ്ഞു പോയോ, നമ്മൾ 9 പേജും കഴിഞ്ഞു. ഇപ്പോൾ 10ാമത്തെ പേജ് സ്മാർട്ട് ടെക്നോളജി.
ടെക്നോളജി ഉണ്ട്, ഞങ്ങൾ സമ്മതിച്ചു. ESP എൻഹാൻസ്ഡ് സ്മാർട്ട് പവറിൻ്റെ കാര്യത്തെ പറ്റിയാണ് ഇനി ഹോണ്ട പറയുന്നത്. എക്സ്പീരിയൻസ് വെയ്റ്റ് ക്ലാസ് ടെക്നോളജി, മിനിമൈസ് ഫ്രിക്ഷൻ, ബൂസ്റ്റ് കൺസംഷൻ ഓഫ് അൺമാച്ച്ഡ് പെർഫോമൻസ് ആൻഡ് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടിയിട്ടുണ്ട്, ഫ്രിക്ഷൻ കുറച്ചിട്ടുണ്ട്. വണ്ടി ഓടിക്കും ഭയങ്കര സ്മൂത്തർ ആൻഡ് സൈലൻ്റ് ആയിട്ട്, വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ പവർഫുൾ 125cc എഞ്ചിനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സൈലൻറ്റ് സ്റ്റാർട്ട് വിത്ത് AC ജനറേറ്ററാണ്, സൈലൻറ്റ് സ്റ്റാർട്ടാണ്. സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും അറിയത്തില്ല, ഭയങ്കര സ്മൂത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിക്കാം. ഉണ്ട് ജസ്റ്റ് ഒരു പ്രസ് ബട്ടൺ സ്റ്റാർട്ട് ഓണാണ്, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും. 1 ക്ലിക്ക് മതി സ്റ്റാർട്ടാകും. ഇത് എൻജിൻ കീലല്ല, സൈഡ് സ്റ്റാൻഡ് ഇടാം, അല്ലെങ്കിൽ കീ ഓഫ് ആക്കാം. ഓക്കെ, PGMFI പ്രോഗ്രാംഡ് FI ആണ്. ഓക്കെ, പിന്നെ സ്മാർട്ട് മൈലേജ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MD, എക്കോ ഇൻഡിക്കേറ്റർ. ഓക്കെ, എക്കോ മോഡ് പോകുമ്പോൾ ഉള്ള കാണിക്കുന്നത്. പിന്നെ റിലയബിലിറ്റി ആൻഡ് കംഫർട്ട് വിത്ത് ഹോണ്ട ട്രസ്റ്റഡ് ലെഗസി, ദ ആക്റ്റീവ് 125 എൻഷുർ എ സ്മൂത്ത് ഡിപ്പെൻഡബിൾ കംഫർട്ട് റൈഡ്. സമ്മതിച്ചു. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ്, ടെലസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻ ആൻഡ് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ എഫിഷ്യൻസി ട്യൂബ്ലെസ് ടയർസ്. ടയർ കൊണ്ട് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും, അതിന് വേണ്ടിയൊക്കെ പ്രത്യേകം ടയറാക്കിയ ടയറാണെന്നാണ്. MRF സാപ്പറാണ് ടയർ. ഇനി നമുക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. ഇനിയാണ് വണ്ടിയുടെ അളവും തൂക്കവും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങട്ടെ. അപ്പോൾ കയറാനും ഇറങ്ങാനൊന്നും പാടൊന്നുമില്ല. വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരും 165 mm ആണ് കേട്ടോ. എനിക്ക് ഫ്ലാറ്റ് ഫുഡാണ് കേട്ടോ, ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്നതാണ്. സീറ്റിൻ്റെ ലെങ്ത് വരുന്നത് 712 mm ആണ് കേട്ടോ. തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കി പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റിൽ ഹോണ്ട ഒരു റിഡക്ഷൻ വരുത്തിയിട്ടുണ്ട് നേരത്തെ വണ്ടിയെ അപേക്ഷിച്ച്. നേരത്തെ 125 അപേക്ഷിച്ചിട്ട് 107 കിലോ ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. നേരത്തെ 109 കിലോ ആണ്. അപ്പോൾ ഏകദേശം 2 കിലോയോളം കുറച്ചിട്ടുണ്ട്. അത് കുറയാനുള്ള മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഹിഡൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ മെറ്റലായിരുന്നെങ്കിൽ അപ്പോൾ ഇത് മെറ്റലല്ല, ഫൈബറാണ് കേട്ടോ. ഇത് ഫൈബർ പാർട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക് പോർഷനൊക്കെ ഏകദേശം ഫൈബറാണ് കേട്ടോ. ഫ്രണ്ട് ഇത് മെറ്റൽ ആക്കി നമ്മളെ അറിയാതെ ഹോണ്ട ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയൊരു സാധനമാണ് അത്, ഫൈബർ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും ഒരു 2 കിലോ. വണ്ടി കുറച്ച് ലൈറ്ററായി. കുറച്ചുകൂടെ ലേഡീസിനൊക്കെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെയിറ്റൊക്കെ ഫീൽ ചെയ്യാറുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ വെയിറ്റിൻ്റെ ഒക്കെ ഒരു ഒരു റിഡക്ഷൻ നടത്തിയതുകൊണ്ട് ഇപ്പോൾ ലേഡീസിനെയും കൂടെ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ മൈലേജ് ലേഡീസിനെ കണ്ടുകൊണ്ടായിരിക്കത്തില്ല, മൈലേജ് കൂട്ടാൻ വേണ്ടിയായിരിക്കും. കുറച്ചുകൂടെ മൈലേജ്, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ കുറച്ചുകൂടെ മൈലേജിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമല്ലോ, പെർഫോമൻസിലും അങ്ങനെ ആവാം. പിന്നെ 5.3 ലിറ്ററാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ടാങ്ക് സീറ്റിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ വണ്ടിയുടെ ലെങ്ത് വരുന്നത് 1850 mm ആണ് കേട്ടോ. പിന്നെ 707 mm വണ്ടിക്ക് വിഡും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. 162 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കുനിഞ്ഞിട്ട് നോക്കാം. ശരിയാണ്, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നേരത്തെ 125ൻ്റെ ഇതിൻ്റെ ഏകദേശം 162 mm തന്നെയാണ് കേട്ടോ. ഞാൻ നോക്കിയായിരുന്നു, സെയിം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ബാറ്ററി വരുന്നത് ഈ ഫുട് ബോർഡിനുള്ളിലാണ് കേട്ടോ വണ്ടിയുടെ ബാറ്ററി വരുന്നത്. അപ്പോൾ അത് ഇവിടെ തുറക്കാൻ വേണ്ടി ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം 3 kg സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹുക്കാണ് കേട്ടോ. 2 ഹുക്കുണ്ട് ഫ്രണ്ടിലും, ഇവിടെ ഒരു ഹുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ 4 സ്ട്രോക്ക് എയർ കൂൾഡ് ആയിട്ടുള്ള എൻജിനാണ്. 123.92 cc എൻജിനാണ്. 6.20 kW, അതായത് 8.43 PS പവർ, അതായത് 6500 RPM-ലും 10.5 Nm ടോർക്ക് 5000 RPM-ലും തരുന്ന ഒരു സ്മൂത്തർ, അത്യാവശ്യം ഇനീഷ്യൽ ടോർക്കും കാര്യങ്ങളും പവറൊക്കെ ഉള്ള നല്ല കയറ്റമൊക്കെ കയറുന്ന വലിയുള്ള ഒരു ഓട്ടോമാറ്റിക് എൻജിനാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അണ്ടർബോൺ ഫ്രെയിമും കാര്യങ്ങളാണ് വരുന്നത്. ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. സ്പ്രിംഗ് ലോഡർ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോണ്ട പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 16 പേജും കടന്നു. പിന്നെ 6 കളർ വരുന്നുണ്ട്. റിബൽ റെഡ് മെറ്റാലിക്, പേൾ ഇഗ്നീഷ്യസ് ബ്ലാക്ക്, പേൾ പ്രീഷ്യസ് വൈറ്റ്, മാറ്റ് ആക്സിസ് ഗ്രേ മെറ്റാലിക്, പേൾ സൈറൻ ബ്ലൂ, പേൾ ഡീപ്പ് ഗ്രൗണ്ട് ഗ്രേ. ഓക്കെ, ഈ പേൾ ഡീപ്പ് ഗ്രൗണ്ട് ഗ്രേ ഒക്കെ ഒരു പുതിയ കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഷോറൂമിൽ ഇരിപ്പുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പുതിയ ഹോണ്ട ആക്റ്റീവ 2025 എഡിഷനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം. അപ്പോൾ നമ്മളും ചുറ്റും നടന്ന് നോക്കി, ഹോണ്ട അവരുടെ സ്പെക് ഷീറ്റിൽ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. ഓടിച്ചും കൂടെ അറിയണമല്ലോ. കീ ഓണാക്കി, ഇപ്പോൾ ഹോണ്ട എന്ന് എഴുതി കാണിച്ചു. മീറ്റർ കൺസോളിൽ കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടാക്കിയാണ്. സ്റ്റാർട്ടായി ഇപ്പം നമ്മൾ ഇത് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോ സ്റ്റാർട്ട്, ഓട്ടോ ഓഫ്, അതായത് ഐഡിയൽ എന്നല്ല പറയുന്നത്, ഐഡിൽ അത് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കൈ കൊടുത്ത് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എ എന്നുള്ളൊരു സിമ്പിൾ ഇവിടെ തെളിഞ്ഞ് വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇവിടെ അധിക ദൂരം ഓടിക്കാൻ സ്ഥലമൊന്നുമില്ല. വണ്ടി ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. ലെഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിലുണ്ട്. കൈ കൊടുക്കുകയാണ്. നിങ്ങളൊരു 26 വരെയൊക്കെ കയറി. അപ്പം ഞാൻ കൈ കുറയ്ക്കുവാണ്. പിക്കോ മറ്റേ സാധനം ഇപ്പോൾ തെളിഞ്ഞു വരും. ഓട്ടോ സ്റ്റോപ്പിൻ്റെ ഓഫാകുന്നില്ല. ഓഫാകും. ഓഹോ, ഇതിപ്പോൾ ഓഫ്. ഇപ്പോൾ ഓണം. ഓക്കെ, ഇപ്പോൾ ഓണായത്. വണ്ടി നിൽക്കുമോ നോക്കട്ടെ. നിൽക്ക്. നീ ഓഫാകുന്നില്ലേ? ഓഫാടാ. ഒന്നും ഓഫാകുന്നില്ലെന്ന് തോന്നുന്നു. ഇന്ന് മൂടില്ലെന്ന് തോന്നുന്നു. ഓഫാകും മോനെ. ഇതിന് ശരിയായില്ലെന്ന് തോന്നുന്നു. എന്നോട് നോക്കട്ടെ. സംഭവം കാണിക്കുന്നുണ്ടല്ലോ. കൈ കൊടുത്തിട്ട് ഓഫാകാൻ മതി. ഓഫാടാൻ മതി എനിക്ക്. ഇപ്പോൾ 10. ഞാൻ മുമ്പ് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു ഓഫാകാൻ. ഇപ്പം വേറെ മൂഡിലായിരുന്നു. ഇപ്പം ഓഫാകാനേ മൂഡിലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവൻ ഓഫാകുന്നില്ല. ഓഫായി കേട്ടോ. ഇത്രേ ഉള്ളൂ. സ്റ്റാർട്ടായി. ഞാൻ ശരിക്കുള്ള കാണിച്ചു തരാം. ഇത് എൻ്റെ കുഴപ്പമാണ് കേട്ടോ, വണ്ടിയുടെ കുഴപ്പമല്ല. ഇപ്പം ചെയ്യുമ്പോൾ ഇതിനൊരു രീതിയുണ്ട്. ഒരു രീതിക്ക് ചെയ്യും. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുള്ളൂ. വണ്ടിക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. എന്ത് ചെയ്യണം? കൈ കൊടുക്കാം. നമ്മളിപ്പോൾ കൈ കൊടുത്ത് പോവാണ്. ഒരു 38-40 കയറി കൈ കുറയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എ കാണിച്ചിട്ടുണ്ട് കണ്ടോ. 30 താഴെ പോയി. വണ്ടി ഇപ്പോൾ ഓഫായി ഉണ്ടോ. വണ്ടി ഓഫായി. പക്ഷേ ജസ്റ്റ് കൈ കൊടുത്തപ്പോൾ തന്നെ ഓടാം. ഉണ്ടോ, ലാഗില്ല. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സഡൻ ഒരു ബ്രേക്കിംഗ് ആണ് വെച്ചാൽ ഇങ്ങനെ ബ്രേക്കിംഗ് ഒരു ബ്ലോക്കിലേക്ക് ഉണ്ടോ ഓഫായി. പക്ഷേ കൈ കൊടുത്താൽ ഇതാണ് സംഭവം. അപ്പോൾ എനിക്കിവിടെ അധികം ഓടിച്ചു നോക്കാൻ റോഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്പേസ് വേണം ഇതൊക്കെ കാണിക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ ഇട്ട് കാണിക്കുന്നത്. വണ്ടി ഇനീഷ്യൽ ജസ്റ്റ് ഇപ്പോൾ നിർത്തിയിട്ട് എടുക്കാം. ചെറിയൊരു ലാഗ് പോലെ ഉണ്ട്. പക്ഷേ നല്ലൊരു ടോർക്ക് ഫീൽ വരുന്നുണ്ട് കേട്ടോ. ഒരു വലി 2 പേരൊക്കെ വെച്ച് നല്ല കുത്തനുള്ള കയറ്റമൊക്കെ നല്ല രീതിയിൽ ക്രാച്ച് നമുക്ക് പിന്നെ അറിയാമല്ലോ. പിന്നെ B6 ആകുമ്പോൾ പവർ കുറയും എന്നൊക്കെ പലരും പറയുന്നത്. പക്ഷേ പവർ ഉണ്ട് കേട്ടോ. മൈലേജിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നൊരു വണ്ടിയാണ്. ഒരു ഹമ്പാണ്. ഓഫായി. ഇത് വേണമെങ്കിൽ ഓഫ് ആക്കിയിട്ട് ഓടിക്കാം കേട്ടോ. ഈ ഫീച്ചർ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓണാവും. വണ്ടി ഓടിച്ചുടങ്ങുമ്പോൾ നമ്മൾ ഓഫാക്കിയാൽ മതി. ഇത് ഓഫാക്കിയിട്ട് വണ്ടി ഓഫാകത്തില്ല കേട്ടോ. പിന്നെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, അത്ര ഹാർഡൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ബൗൺസിങ് സസ്പെൻഷനാണ്. ഒരു ചാടി പോകുന്നത്. ഇപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൂടെ കുഴപ്പമാണല്ലോ. വലിയൊരു ക്വിക്ക് ബൈറ്റ് വരുന്ന ബ്രേക്കല്ല. അതായത് കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് എന്താ പറയുക, ഒരു നൈസായിട്ട് നിൽക്കുന്ന സാധനം. അങ്ങനെ കടുംപിടുത്തൊന്നുമല്ല, ക്വിക്ക് ബൈറ്റ് അല്ല. അപ്പോൾ ബാക്ക് ബ്രേക്ക് നോക്കുവാണെങ്കിലും ബാക്ക് പിടിക്കും ഫ്രണ്ടും കൂടെ അപ്ലൈ ആകുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു നൈസായിട്ടുള്ള സാധനം. നമ്മളിപ്പോൾ പറന്ന് എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ നിൽക്കും എന്നുള്ള സംഭവം. ആ ഒരു കോൺഫിഡൻസ് ഇത്തിരി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര വലിയ ബൈറ്റില്ല. ഇച്ചിരി അകലയിൽ നിന്നൊക്കെ പിടിക്കേണ്ടതായിട്ട് വരും. ഒരു സോഫ്റ്റ്വെയർ ഫീലാണ്. അതായത് ഭയങ്കര ക്വിക്ക് ബൈറ്റ് അല്ല. അതാണ് എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഓടിച്ചില്ല. ഒന്നുകൂടെ തിരിക്കാനും എടുക്കാനും വളയ്ക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഭയങ്കര ഫ്ലിക്കബിളാണെന്നുണ്ട്. ആപ്പ് വളയ്ക്കുമ്പോൾ കൊണ്ടുപോകാം. ഭയങ്കര സ്മൂത്താണ്. നല്ല സ്മൂത്ത് ഫീൽ ആണ്. ഫ്രിക്ഷൻ കുറച്ചു എന്നൊക്കെ പറയുന്നത് ശരിക്കുള്ളതാണ് കേട്ടോ. നേരത്തെ ആക്റ്റീവെക്കാട്ടും ഒരു ചെറിയൊരു കരകരപ്പ് പോലത്തെ പഴയ ആക്റ്റീവയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിനതൊന്നുമില്ല. സ്റ്റാൻഡ് ഇട്ടപ്പോഴും ഓഫായി പോയല്ലോ. ഞാനൊരു സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഐഡിയൽ സ്റ്റാർട്ടിങ് സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിക്കാം. അപ്പം ഞാനിവനെ സ്റ്റാർട്ടാക്കാൻ പോകണം കേട്ടോ. സ്റ്റാർട്ടാക്കി ഓട്ടോ സ്റ്റോപ്പ് ഓഫാക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ സ്റ്റാർട്ടിങ് സൗണ്ട് കേട്ടോ. ഐഡിയൽ അല്ല കേട്ടോ, ഐഡിയൽ. അത് ഞാൻ പറയുമ്പോൾ ഐഡിയലായി പോണേയാണ്. വണ്ടി കണ്ടോ, സൗണ്ട് ഇല്ല. അതിൻ്റെ അടുത്ത് പോയിരുന്നു നോക്കാം. സൗണ്ട് വളരെ കുറവാണ് കേട്ടോ. ഭയങ്കര സ്മൂത്തറായിട്ടുണ്ട്. BS6 വരുമ്പോൾ അറിയാമല്ലോ, BS3 BS4 വരുമ്പോൾ വണ്ടി റിഫൈൻമെൻറ്റിൽ നിന്നും റിഫൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ പില്ലിയൻ ഫുട്ബക്ക് വരുന്നത്. ഇത് റബ്ബർ ബീഡിംഗ് എന്നുള്ളതല്ല, അല്ലാത്തതാണ്. ഇതൊക്കെ നമുക്ക് വേറെ മാറിയിടാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പം ഇതിൽ ലേഡീസ് ഫുട്ബക്ക് ഇപ്പോൾ നിലവിലില്ല. അത് എക്സ്ട്രാ ആക്സസറിയാണ്. അത് വാങ്ങി പിടിപ്പിക്കണം. പിന്നെ കിക്കറുണ്ട് കേട്ടോ വണ്ടിക്ക്. പിന്നെ ഇവിടെ ESP എന്ന് കൊടുത്തിട്ടുണ്ട്, എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ. വണ്ടി ഒന്ന് ഓഫാക്കിയിട്ട് വണ്ടി ഓഫാക്കാൻ നമുക്ക് അവിടെ പോകണ്ട, ജസ്റ്റ് സ്റ്റാൻഡിങ്ങിന് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഇതൊന്ന് ഓപ്പൺ ആക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിൽറ്ററൊക്കെ ഊരാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതൊരു മെറ്റൽ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫൈബർ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഞാൻ ജസ്റ്റ് തുറന്ന് കാണിക്കാം. സീറ്റ് തുറക്കാൻ വേണ്ടി പഴയ പോലെ തന്നെ ജസ്റ്റ് കീ ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ആ സ്വിച്ചിൽ. ഇതാണ് ഇതിൻ്റെ ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് സെറ്റപ്പ് വരുന്നത്. 18 ലിറ്ററാണ്. ഇതിൻ്റെ നമ്മുടെ ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാം. അത്യാവശ്യം നോർമൽ പണ്ടത്തെ ആക്റ്റീവയുടെ പോലെ തന്നെ
ഫ്യൂൽ ലിഡ് ഇവിടെ അല്ല, വെളിയിലാണ്. എക്സ്റ്റേണൽ ഫ്യൂൽ ലിഡും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഒരു ലൈറ്റ് കൊടുക്കായിരുന്നു, ഇത് തവണ കൊടുത്തില്ല. അതിലൊരു പിശുക്ക് കാണിച്ചു. ഫ്യൂൽ ലിഡ് ജസ്റ്റ് മുകളിലോട്ട് പ്രസ് ചെയ്താൽ തുറക്കും. ഇതാണ് ഇവിടെ ഒരു അടപ്പ്, അതിൻ്റെ അടിയിൽ നമ്മുടെ പിരി K20 കേപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നോർമൽ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എന്താ പറയുക, ഇനി എന്താ ഞാൻ പറയാനുള്ളത്? ഇനി ഒന്നും പറഞ്ഞില്ല എന്ന് പറയില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അതിന് റിപ്ലൈ തരാം. അറിയാമെന്നാണെങ്കിൽ അപ്പം തന്നെ തരാം, അല്ലെങ്കിൽ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചിട്ട് പറയാം. പിന്നെ ഷോറൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാം. 999 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഈ വണ്ടി ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും. മാസം ഒരു 4600 പ്ലസ് അടവ് വരും 4 വർഷത്തോളം. ഞാൻ ചോദിച്ചത് ഏറ്റവും കുറഞ്ഞ അടവും ഏറ്റവും കുറഞ്ഞ മാസം അടവും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് 999 രൂപ. പിന്നെ ഇതിൻ്റെ സർവീസ് ഇൻ്റർവെല്ലൊക്കെ വരുന്നത് ഒരു 700 to 1000 എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഫ്രീ സർവീസ്, 3 ഫ്രീ സർവീസാണുള്ളത്. ഒരു 500 പ്ലസ് ഒക്കെ ഓയിൽ ചേഞ്ചിൻ്റെ കാശേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ 5000 to 6000 ഒക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് സർവീസ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 130 വരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരുന്നതായിരിക്കും. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഷോറൂമിനെ. അപ്പോൾ നമ്മുടെ ഒരു ഓതറൈസ്ഡ് ഡീലറാണ് കോട്ടയത്തുള്ളത്. അവിടെ പാർട്സും എല്ലാം അവൈലബിൾ ആണ്. സർവീസൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ പലരോടും ചോദിച്ചു. ജയ് ഹോണ്ടയാണ് നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നത്. അപ്പോൾ ജയ് ഹോണ്ടയെ പറ്റി ചോദിച്ചപ്പം അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ മറ്റൊരു പ്രമുഖ ഷോറൂമിൽ എൻ്റെ വണ്ടി CBR 250 ആണ്. അതിൻ്റെ കുറച്ച് പാർട്സിന് വേണ്ടി ചെന്നപ്പം അവർ പാർട്സ് ഓർഡർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ 15 വർഷത്തോളം അതിൻ്റെ പാർട്സ് തരിക എന്നുള്ളത് ഒരു നിയമമാണ്, എന്തുകൊണ്ട് നിങ്ങൾ തരുന്നില്ല എന്ന് ചോദിച്ചപ്പം അവരെടുക്കുന്നില്ല എന്ന് മുഖത്തടിച്ച് പറഞ്ഞു. അപ്പോൾ ജയ് ഹോണ്ടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഓർഡർ എടുക്കാം, ഞങ്ങൾ കിട്ടുവാണെങ്കിൽ പാർട്സ് എടുത്തു തരാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ റീഫണ്ട് ചെയ്തു. അപ്പം മറ്റു വണ്ടിയുടെ പാർട്സൊക്കെ ഓർഡർ ചെയ്യണമെങ്കിലും അവിടെ ചെന്നാൽ മതി കേട്ടോ. മറ്റു വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ മറ്റു വാഹനങ്ങളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ ബ്രാൻഡിൻ്റെ പാർട്സിന് വേണ്ടി അങ്ങോട്ടില്ല. ഞാനത് തമാശിച്ചാണ്, നിങ്ങൾ തമാശയായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാനും ജയ് ഹോണ്ടയിൽ ചെന്നാൽ ആദ്യം നല്ല സർവീസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇപ്പോൾ തന്നെ സപ്പോർട്ട് തരാനും മറക്കരുത്. അപ്പോൾ ഒരുപാട് സ്നേഹം മാത്രം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ടാറ്റ, ബൈ ബൈ. ഞാൻ ജസ്റ്റ് ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് റൗണ്ടും കൂടെ പോയിട്ട് വരാം. കുറച്ച് നേരം കൂടെ ഓടിക്കാം പുതിയ വണ്ടിയിൽ. അയ്യോ, കയറിയിരിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഞാനിപ്പോൾ കയറിയിരുന്നപ്പോൾ എൻ്റെ കാലം ഉടക്കുന്നുള്ളൂ, വേറെ സീനൊന്നുമില്ല. ഹോണ്ട ഓണാക്കട്ടെ. 60 മീറ്റർ തെളിഞ്ഞു. ടാറ്റ, ബൈ ബൈ. പോവാണ്.